ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം ഈ ഈശോയുടെ നാമത്തിൽ നിനക്ക് നേരുകയാണ്. ഇന്നത്തെ നിൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഈശോയുടെ ശക്തി കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 15-ാം തിരുവചനം. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല, എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കങ്ങളുടെ ഇടയിൽ ഈശോ പറയുന്ന ഒരു കാര്യമാണ്, പുറമേ നിന്നല്ല നിന്നെ അശുദ്ധനാക്കുന്ന സംഭവം ഉണ്ടാവുക, അത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഈശോ പറയുകയാണ്, നിൻ്റെ ഉള്ളു ശുദ്ധമാണെങ്കിൽ നിന്നെ അശുദ്ധിയാക്കാൻ ഒന്നിനും കഴിയില്ല. എപ്പോഴും നൈർമല്യത്തിലായിരിക്കുവാൻ, എപ്പോഴും പരിശുദ്ധിയിലായിരിക്കാനും നിനക്ക് സാധിക്കും, നിൻ്റെ ഉള്ളു വെടിപ്പുള്ളതാണെങ്കിൽ. പുറമേ ഉള്ളതിനൊന്നും ബാധകമല്ല. പുറമേ നിന്ന് എത്ര ആകർഷണം വന്നാലും നിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ, അവനെ നീ പൂജ്യമായി കരുതുന്നുണ്ടെങ്കിൽ, അവന് വേണ്ടി ഉൾത്തടങ്ങളെ ക്ലിയറാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ, ഒരു ശക്തിക്കും ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇന്ന് നിൻ്റെ മുമ്പിൽ ഒരേ ഒരു വെല്ലുവിളിയുള്ളൂ. നിൻ്റെ ഉള്ളിനെ വിശുദ്ധമായിട്ട് സംരക്ഷിക്കുവാൻ നിനക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്കത് എങ്ങനെ സാധിക്കും? നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. നീ തന്നെ തീരുമാനമെടുക്കുക. നിൻ്റെ ഉള്ള് പരമ പരിശുദ്ധമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ ശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്, നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്, നിൻ്റെ ഇടപെടലിന് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഉള്ളെപ്പോഴും പരിശുദ്ധമായിട്ട് സംരക്ഷിക്കാൻ വേണ്ട കൃപകൾ നൽകണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തിയെ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവം എല്ലാ